നമ്മുടെ പഞ്ചായത്ത് തലത്തിലായിക്കോട്ടെ ഏത് പൊതുപരിപാടികൾക്കും ചടങ്ങിന് മുന്നോടിയായിട്ട് മാലിന്യമുക്ത ശുചിത്വ പ്രതിജ്ഞ നമ്മൾ ചൊല്ലേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് അടുത്തത് നമ്മുടെ ഒരു ശുചിത്വ പ്രതിജ്ഞയാണ്. എല്ലാവരും പ്രതിജ്ഞ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഞാൻ ഉപയോഗിക്കുകയില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന് വേണ്ടി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. നമ്മുടെ ചടങ്ങിൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള നമ്മുടെ മെമ്പർമാരെ സ്വാഗതം ചെയ്യുന്ന ചടങ്ങാണ്. നമ്മുടെ 1-ാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ദീപ ബിജുവിനെ സസന്തോഷം ഡയസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി 2-ാം വാർഡിൽ നിന്നും വിജയിച്ച അനു NK, 3-ാം വാർഡ് ബീച്ചിങ് സെറിൽ വിജയിച്ച ആശമോൾ ജിജോ, 4 രാമല്ലൂർ വാർഡിൽ നിന്നും വിജയിച്ച ജയ്സൽ ജബ്ബാർ, 5 കാണിനാട് വാർഡിൽ നിന്നും വിജയിച്ച ജയശ്രീ KV, 6 രാജശ്രീ വാർഡിൽ നിന്നും വിജയിച്ച സുബിമോൾ, 7 വടകോട് വാർഡിൽ നിന്നും വിജയിച്ച CG ബൈജു, 8 പുത്തൻകുരിശ് വാർഡിൽ നിന്നും വിജയിച്ച ഇന്ദിര ഗോപി, 9 വടയമതമല വാർഡിൽ നിന്നും വിജയിച്ച ദിവ്യ KM, 10 വരിക്കോലി വാർഡിൽ നിന്നും വിജയിച്ച റെജി തോമസ്, 11 കുറ്റുമാനൂർ വാർഡിൽ നിന്നും വിജയിച്ച സന്ധ്യ PG,
12 കരിമുകൾ സൗത്ത് വാർഡിൽ നിന്ന് വിജയിച്ച ആര്യ സൂര്യപ്രകാശ്. 13 വേളൂർ വാർഡിൽ നിന്ന് വിജയിച്ച ലിജി ജോൺ. 14 അമ്പലമേട് വാർഡിൽ നിന്ന് വിജയിച്ച സുപ്രൻ MP. 15 പുലിയാമ്പള്ളൂർ വാർഡിൽ നിന്ന് വിജയിച്ച MP ഏരിയാസ്. 16 അമ്പലമുകൾ വാർഡിൽ നിന്ന് വിജയിച്ച കുരിയച്ചൻ. 17 ഫാക്ട് വാർഡിൽ നിന്നും വിജയിച്ച ആരുണ്യ മേരി ജോൺ. ഇന്ന് നമ്മുടെ ഈ ചടങ്ങ് ഇവിടെ വീക്ഷിക്കാൻ വന്നു ചേർന്നിരിക്കുന്ന വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനയിലെ പ്രതിനിധികളെയും മുഴുവൻ നല്ലവരായ നാട്ടുകാരെയും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് നമ്മുടെ ഭരണാധികാരി 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നിങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ, വടവകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ അംഗങ്ങളെ, ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് വീക്ഷിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികൾ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും നല്ല നമസ്കാരം. 1 മാസമായി നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വലിയ കർമ്മത്തിൻ്റെ അവസാന പടിയിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മൾ. നമ്മുടെ പഞ്ചായത്തിനെ നയിക്കേണ്ടുന്ന വ്യക്തിത്വങ്ങൾ ആര് എന്ന് തീരുമാനിക്കുകയും അവരെ തിരഞ്ഞെടുത്ത് അവരിൽ ആ കർമ്മം ഏൽപ്പിക്കുകയും ചെയ്യുക എന്ന വലിയ കർത്തവ്യം, അത് നിങ്ങൾ ഓരോരുത്തരും കൃത്യമായി തന്നെ നിങ്ങളുടെ ശരികളിലൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി അവർ ആ കർമ്മത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്, നമുക്ക് നൽകുന്ന വാക്കാണ്, അതാണ് സത്യപ്രതിജ്ഞ. നമുക്ക് വേണ്ടി നിലകൊള്ളും എന്ന അവരുടെ നീതിയും ന്യായവും വിടാതെ സത്യസന്ധമായി നമുക്കൊപ്പം നാടിനൊപ്പം നിൽക്കും എന്ന വാക്കാണ് അവരുടെ സത്യപ്രതിജ്ഞ. ഇത്രയും നാൾ നമ്മുടെ പ്രയത്നങ്ങളിൽ എവിടെയും ഒരു വീഴ്ച വരാതെ, എവിടെയും ഒരു തർക്കമുണ്ടാകാതെ, വളരെ ഒത്തൊരുമയോടുകൂടി എല്ലാ കർമ്മങ്ങളിലും, എല്ലാ പ്രവർത്തനങ്ങളിലും, എല്ലാ ഔദ്യോഗിക കർത്തവ്യങ്ങളിലും എന്നോടൊപ്പം നിന്ന, ഒരു പരാതിക്കും വഴിവെക്കാത്ത നല്ലവരായ എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളോടും നാട്ടുകാരോടും, പ്രത്യേകിച്ചും വടവകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് ഓഫീസിലെ ഉദ്യോഗസ്ഥരോടും ഉള്ള ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഇനിയുള്ളത് സത്യപ്രതിജ്ഞ എന്ന ചടങ്ങാണ്. അതിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഭൂരിപക്ഷം ഏത് പാർട്ടിക്കായാലും തിരഞ്ഞെടുക്കപ്പെട്ടു വന്നതിൽ ഏറ്റവും മുതിർന്ന അംഗം ആരാണോ ആ അംഗത്തിനാണ് വരണാധികാരി സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുക. അതിനുശേഷം എല്ലാ അംഗങ്ങൾക്കും ആ മുതിർന്ന പ്രതിനിധിയാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനം അതാണ്. അതിനും നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണവും ഒത്തൊരുമയും അഭ്യർത്ഥിക്കുന്നു. നല്ലൊരു പഞ്ചായത്ത് ഭരണം കാഴ്ചവെക്കാൻ
ഈ ജനപ്രതിനിധികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി ഇലാസേട്ടനെ ക്ഷണിക്കുന്നു. സത്യപ്രതിജ്ഞ. വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട എം.പി. ഏലിയാസ് എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസത്തോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അടുത്ത സത്യപ്രതിജ്ഞ ചൊല്ലുന്നതിന് വേണ്ടി 1-ാം വാർഡ് മെമ്പറെ ക്ഷണിക്കുന്നു. വടവൂർ പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ദീപ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. രണ്ടാം വാർഡ് മെമ്പറെ ക്ഷണിക്കുന്നു. വടവൂർ പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അനുഭവത്തെ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാക്രമം വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരം അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ മത വിദ്വേഷം കൂടാതെ എൻ്റെ എല്ലാ ഔദ്യോഗിക കൃത്യങ്ങളും യഥാവിശ്വാസത്തോടെയും എൻ്റെ പരിധിയിൽ കഴിവും പ്രയോഗിച്ച് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. 3-ാം വാർഡ് മെമ്പർ വടവൂർ പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ
പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആശ്രാമോൾ ജിജോ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് 4 ശ്രീ ജയ്സൽ ജബ്ബാർ. വടവോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ജയ്സൽ ജബ്ബാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് 5 ജയശ്രീ കെ. വടവോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ജയശ്രീ കെ വി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് 6 സുവിമോൾ. വടവോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സുബിമോൾ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് 7 സി ജി ബൈജു. വടവോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സി ജി ബൈജു എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് 8 ഇന്ദിരാഗോപി. വടവോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ദിരാഗോപി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും
ഔദ്യോഗിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിൽ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് 9 ദിവ്യ കെ. വടവോട് പുത്തംകുരിശ് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ദിവ്യ കെഎം എന്ന ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ റെജി തോമസ്. വടവോട് പുത്തംകുരിശ് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട റെജി തോമസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് 11 സന്ധ്യ പി ജി. വടവോട് പുത്തംകുരിശ് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സന്ധ്യ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആര്യ സൂര്യപ്രകാശ്. വടവോട് പുത്തംകുരിശ് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആര്യ സൂര്യപ്രകാശ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ലിജി ജോൺ. വടവോട് പുത്തംകുരിശ് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ലിജി ജോൺ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുമെന്നും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് 14 സുപ്രഭാതൻ.
വടകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ വടകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സുബ്രഹ്മണ്യ വിവേക് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുന്നു. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുന്നു. ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് കടപ്പതിഞ്ഞ് ചെയ്യുന്നു. വാർഡ് 16 കുര്യാച്ചൻ എംപയർ. വടകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ കുര്യാച്ചനുമായി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. വാർഡ് 17 ആരുണ്യ മേരി ജോൺ. വടകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആരുണ്യ മേരി ജോൺ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നമ്മുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ അവസാനിച്ചു. ഇനി ബഹുമാനപ്പെട്ട മെമ്പർമാരോട് പറയാനുള്ളത് നമുക്കിത് കഴിഞ്ഞിട്ട് ഒരു ആദ്യത്തെ യോഗം കൂടി കഴിഞ്ഞ ശേഷം മാത്രമേ ബഹുമാനപ്പെട്ട മെമ്പർമാർ പോകാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു ഫോറം നമ്പർ 2 കക്ഷിബന്ധം കാണിക്കുന്ന ഒരു രജിസ്റ്ററിലേക്ക് പാർക്കുന്ന ഫോമാണ് അത്. ഇന്ന് തന്നെ അത് എഴുതി ഒപ്പിട്ട് ഇവിടെ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ എന്ന കാര്യം ഓർപ്പിക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങിന് ഔദ്യോഗികമായി നന്ദി പറയുന്നതിന് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി സാറിനെ ക്ഷണിക്കുന്നു. ഇത് കഴിഞ്ഞ് ഈ ദേശീയഗാനം ആലപിച്ച ശേഷമാണ് നമ്മളുടെ പരിപാടികൾ പൂർണ്ണമായി അവസാനിക്കുന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വേദിയിലും സഹചരിക്കുന്ന ബഹുമാന്യരെ, വടകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിൻ്റെ 2025-30 കാലഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് ഇവിടെ പൂർണ്ണ അവസാനിച്ചത്. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിക്കുന്നു.